നമസ്കാരം. സ്ഥലം വാങ്ങിച്ച് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒരു ധനകാര്യ സ്ഥാപനം നമുക്ക് സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടാനുള്ള ലോണ് തരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടുക. ഞാൻ വീട് കെട്ടാനുള്ള ലോൺ തരും എന്നല്ല പറഞ്ഞത്, സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടാൻ. അപ്പൊ സ്ഥലം നമ്മൾ വാങ്ങിക്കണം, വീട് കെട്ടണം. ഇന്ന് വീടില്ലാത്ത ഭൂരിഭാഗം പേരുടെ പ്രശ്നം എന്താ അറിയോ? അവർക്ക് വീട് കെട്ടാൻ പറ്റാനിട്ടല്ല, അവരെങ്ങനെയെങ്കിലും കുറച്ച് പൈസ വെച്ച് തറ കെട്ടി കുറച്ച് ഭിത്തി കെട്ടി പിന്നെ വാർത്ത എങ്ങനെയെങ്കിലൊക്കെ ചെറിയ കുഞ്ഞു വീട് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റും, പണിയെടുത്തിട്ടാണെങ്കിൽ. പക്ഷെ ഇവരെ പ്രശ്നം അറിയാം, ഈ ലാൻഡ് വേണ്ടേ? സ്ഥലം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഈ വീട് പണിയാൻ പറ്റുക. സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ബാങ്കോ കുറച്ച് എവിടെന്നെങ്കിലുമൊക്കെ ലോണൊക്കെ സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലവും ഇല്ലാത്തവൻ എന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് ഒരിക്കലും വീട് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള സ്കീം പൊതുവെ ബാങ്കുകളൊന്നും കൊടുക്കാറില്ല. ലാൻഡ് പർച്ചേസ് ചെയ്ത് വീട് കിട്ടുന്നത്, ഹൗസിംഗ് ലോൺ കൊടുക്കാൻ തന്നെ ബാങ്കിന് ഭയങ്കരമായിട്ടുള്ള മടിയാണ്. പിന്നെയാണ് ഈ പറഞ്ഞ ഫ്ലോട്ട് വാങ്ങിക്കാനുള്ള ലോൺ. എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഫ്ലോട്ട് വാങ്ങിക്കാനുള്ള ലോൺ കിട്ടും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഡാഷ്ബോർഡിലാണ് എത്തുക. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾ കാണാൻ പറ്റും LICയുടെ ഹൗസിംഗ് ഫിനാൻസ് ആണ് ഈ പറഞ്ഞ പദ്ധതി ഒരുക്കുന്നത്. ഇവരുടെ ഹോം പേജിനകത്ത് ഹൗസിംഗ് ലോണിനകത്ത് പ്ലോട്ട് ലോൺ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മേളിൽ പ്ലോട്ട് ലോൺ എന്ന് അടിച്ചാലും കിട്ടും. അപ്പൊ ഇതിനകത്ത് പ്ലോട്ട് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വരുന്ന ഡോക്യുമെന്റേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് പ്ലോട്ട് ലോൺസ്, പല ടൈപ്പ് പ്ലോട്ട് ലോൺസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ നോർമലി ഇവർ തരുന്നത്. ആദ്യമായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് കിട്ടുക. ഒന്ന് സാലറീഡ് പേഴ്സൺസിനും, രണ്ട് സെൽഫ് എംപ്ലോയിഡ്. ഇപ്പൊ നിങ്ങൾ സാലറീഡ് പേഴ്സൺ ആയെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറും കിട്ടുന്ന എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ, ഇപ്പോൾ ഒരു 100 സിബിൽ സ്കോർ ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ? ഏറ്റവും കുറഞ്ഞ 100 സിബിൽ സ്കോർ ഉള്ളവർക്ക് പോലും മോർ ദാൻ 35 lakh to 2 crore വരെയുള്ള ലോണിന് 8.4%. ഇനി നല്ല ഹൈ എൻഡ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ് ചെറിയ, ഇപ്പൊ 825 ഒക്കെ ഉണ്ടെങ്കിൽ 7.35 കിട്ടും. 725 ഒക്കെ ഉണ്ടെങ്കിൽ 7.8 കിട്ടും. ഏറ്റവും കൂടുതൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 7.35 കിട്ടും. സെൽഫ് എംപ്ലോയിഡിനും അതേപോലെ തന്നെയാണ് റൂൾസ്. സെൽഫ് എംപ്ലോയിഡിന് 825 ഉണ്ടെങ്കിൽ 7.5. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്ക്, ജോലി ഇല്ലാത്തവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 100 ഇടയിലാണ് 8.65 ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ വാങ്ങിക്കുക. ഇതാണ് ഇവരുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ കിട്ടുന്ന എമൗണ്ടും. പിന്നെയുള്ള കോമ്പറ്റീറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സിമ്പിൾ ഡോക്യുമെന്റേഷൻ പ്രോസസ് ആണ്. ഗെറ്റ് പ്ലോട്ട് ലോൺ സാങ്ഷൻഡ് ഓൺലൈനിലൂടെ തന്നെ സംഭവം കിട്ടും. അതെല്ലാം ഫെസിലിറ്റി, ഓൺലൈൻ പ്ലോട്ട് ലോൺ സാങ്ഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ടേക്ക് ഓവർ ആൻഡ് ബാലൻസ് ട്രാൻസ്ഫർ. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ ലോൺ നിലവിലുണ്ടെങ്കിൽ അതിനെ ഒരു ടേക്ക് ഓവർ ചെയ്യും ലാൻഡ്, എന്നിട്ട് നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്ത് തരുന്ന പദ്ധതി ഇവരുടെ കയ്യിനകത്ത് ഉണ്ട്. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം. എലിജിബിലിറ്റി കാൽക്കുലേറ്റർ, ലോൺ EMI കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. സാലറീഡ് അപ്ലിക്കന്റ് ആണെങ്കിൽ റെസിഡന്റ് ഇന്ത്യൻ ഇൻഡിവിജ്വൽ ഓർ നോൺ റെസിഡന്റ് ഇന്ത്യൻ ഇൻഡിവിജ്വൽസ് ക്യാൻ അപ്ലൈ. ഇന്ത്യയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, ഇന്ത്യയിൽ റെസിഡന്റ് അല്ലാത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, പുറത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറീഡ് അപ്ലിക്കന്റ്. സെൽഫ് എംപ്ലോയിഡ് റെസിഡന്റ് ഇന്ത്യൻ ഇൻഡിവിജ്വൽസും പുറത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാം, നോ ഇഷ്യൂസ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ആളൊന്നും സാലറി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർ. ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഫയലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. ഈ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാണല്ലോ. അത് എത്രയാണ് വരുമാനം എന്ന് കൃത്യമായിട്ട് റെക്കോർഡിൽ ഉണ്ടാവണം കൃത്യമായിട്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്, എനിക്ക് കുറെ പൈസ കിട്ടുന്നുണ്ട്, കുറെ പൈസ പോകുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ ബാങ്കിന് അങ്ങനെയൊന്നുമല്ല. ഇതിന് ഡോക്യുമെന്റ്, പ്രോപ്പർ ഡോക്യുമെന്റ് ആണ്. സാലറീഡ് പേഴ്സണിനോട് ആണെന്ന് പറഞ്ഞാൽ എന്താ ഡോക്യുമെന്റ് ചോദിക്കുക? സാലറി സ്ലിപ്പ്, ചില സമയത്ത് സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഒട്ടുമിക്ക കേസിലും സാലറി ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. അതിനകത്ത് സാലറി ഇന്ന കമ്പനിയിൽ നിന്ന് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ് കാണുമ്പോൾ, ഒരു വർഷമൊക്കെ കാണുമ്പോൾ അവർ ഓക്കെ ഫൈൻ, അത് മതി. ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റും ചോദിക്കും, ചിലപ്പോൾ ID കാർഡൊക്കെ ചോദിക്കാം. എന്നാൽ സെൽഫ് എംപ്ലോയിഡിന്റെ കേസിൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വില്ലേജ് ഓഫീസറിന്റെ സാക്ഷ്യപത്രം. വില്ലേജ് ഓഫീസറിന് ഒരിക്കലും ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയിഡിന് എത്ര വരുമാനം കിട്ടുന്നത് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനൊപ്പം ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിന്റെ പേപ്പർ കൂടി നമ്മൾ എപ്പോഴും വേണം. IT ഫയൽ ചെയ്യാം. എത്ര എമൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 20 lakhs ആണ് ഇയർലി നിങ്ങൾക്ക് ഇൻകം ഉള്ളത്. ആ 20 lakhs നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ ചെലവ് എത്രയാണ് നമ്മൾ ഇൻകം IT ഫയൽ ചെയ്തിട്ടുള്ളത്, അതിന്റെ എല്ലാ പേപ്പേഴ്സും അത് കിട്ടും. ITRന്റെ പേപ്പേഴ്സ്, ആ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആ പേപ്പർ കൂടി സബ്മിറ്റ് ചെയ്യണം. അത് ബെസ്റ്റ് ആണ്, ഏറ്റവും ബെസ്റ്റ്. അത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി
കഴിഞ്ഞ് എന്ത് ജോലി ചെയ്യുന്ന സെൽഫ് എംപ്ലോയിഡ് എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം വരുമാനമുണ്ട്, നിങ്ങൾ ടാക്സ് പേ ചെയ്യുക. ടാക്സ് പേ ചെയ്ത് കൃത്യമായിട്ട് കണക്ക് കാണിക്കുക, ഇതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ ആക്കുക, എന്നിട്ട് ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതർവൈസ് ഞാൻ എങ്ങനെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയാൻ പറ്റും? ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് ആണ്, ഞാൻ ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഒരു പുതിയൊരു BM വന്നു, അയാളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്രൂഫ് ഉള്ളത്? നമ്മുടെ കയ്യിൽ എപ്പോഴും നമുക്ക് പ്രൂഫ് വേണം. ജോലിക്കാരനാണെങ്കിൽ അവൻ ID ഉണ്ട്, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നമുക്ക് IT ഉണ്ട്, ഇതാണ് എന്റെ പ്രൂഫ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ ഈ രണ്ട് ആൾക്കാർക്കാണ് ജോലി കൊടുക്കുക. കൃത്യമായിട്ടുള്ള വരുമാനം ഇല്ലാത്ത ഒരാൾക്കും ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചും കണ്ട് ചോദിക്കുന്നത്. നമ്മുടെ പോലെയുള്ള ആൾക്കാരുടെ പണമാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. അവരുടെ പണമാണ് ബാങ്ക് നമുക്ക് എടുത്ത്, മീഡിയേറ്റർ പോലെ ബാങ്ക് നമുക്ക് എടുത്തു തരുന്നത്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ തിരിച്ചടക്കാതിരുന്നു കഴിഞ്ഞാൽ ആരുടെ പൈസ പോയി? അവരുടെ പൈസ പോയി. ബാങ്ക് കാരണം ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്ററിന്റെ പൈസ പോയി, നഷ്ടപ്പെട്ടു. അവർക്ക് പാരിതോഷികം ആര് കൊടുക്കണം? ബാങ്ക് കൊടുക്കണം. ബാങ്കിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ചെലവ്. അതുകൊണ്ട് ബാങ്ക് ശ്രദ്ധിച്ചിട്ട് ഇത്തരത്തിലെ കാര്യം ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം, അതിന് പേപ്പർ വർക്ക് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാലറിഡ് എംപ്ലോയിഡ് ആയിരിക്കണം, അതിനും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പേപ്പർ ഒന്നും ഇല്ലാതെ ഞാൻ ജോലിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് കിട്ടില്ല. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ കോൾ ചെയ്യാനുള്ള നമ്പറുകൾ, അവരുടെ ബ്രാഞ്ചുകൾ എല്ലാം തൊട്ടടുത്ത് ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്ലൈ ഹോം ലോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൺലൈനിലൂടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് ഉണ്ട്. ആ പേജിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും. ഓൺലൈനിലൂടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പദ്ധതിയാണ് LIC ഹൗസിംഗ് ഫിനാൻസിന്റെ പ്ലോട്ട് ലോൺ എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റട്ടെ, ലാൻഡ് വാങ്ങിച്ച് വീട് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വന്തമായിട്ട് ഇതുവരെ ലാൻഡ് വാങ്ങിച്ച് വീടൊന്നും കെട്ടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ഇടയിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും, അവർക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.